കേരള സർവകലാശാല കലോത്സവം നിർത്തിവച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി വൈസ് ചാൻസലറുടേതാണ് തീരുമാനം. കലോത്സവങ്ങളും അക്രമവേദികളാക്കി മാറ്റുന്നത് SFI ആണെന്നായിരുന്നു ABVPയുടെ പ്രതികരണം. എന്നാൽ മത്സരവും ഫലപ്രഖ്യാപനവും സമാപന സമ്മേളനവും ഉണ്ടാകില്ലെന്ന് അറിയിച്ചതോടെ SFI പ്രവർത്തകരായ വിദ്യാർത്ഥികൾ പ്രതിഷേധമുയർത്തുകയും ചെയ്തു. കേരള സർവകലാശാല കലോത്സവം തുടക്കം മുതൽ അലങ്കോലമായിരുന്നു. കോഴ വാങ്ങിയതിനെ തുടർന്ന് വിധികർത്താക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും SFI KSU സംഘർഷത്തിനുമൊക്കെ സർവകലാശാല വേദിയായി. സുരക്ഷ മുൻനിർത്തി സർവകലാശാല കലോത്സവം നിർത്തിവെച്ചതായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഉത്തരവിലൂടെ അറിയിച്ചു. സംഘർഷ സാധ്യത കൂടി മുന്നിൽ കണ്ടാണ് ഈ തീരുമാനം. മത്സരവും ഫലപ്രഖ്യാപനവും സമാപന സമ്മേളനവും ഉണ്ടാകില്ലെന്നറിഞ്ഞതോടെ SFI വിദ്യാർത്ഥികളും സംഘാടകരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അവസാന ഇനമായ സംഘനൃത്തം ഇവർ പ്രതിഷേധ നൃത്തമായി അവതരിപ്പിക്കുകയും ചെയ്തു. കലോത്സവങ്ങളും അക്രമവേദികളാക്കി മാറ്റുന്നത് SFI ആണെന്നും കലാപ ഉത്സവമാക്കി മാറ്റിയ കലോത്സവം താൽക്കാലികമായി നിർത്തിയത് സ്വാഗതാർഹമാണെന്നും ABVP പ്രതികരിച്ചു. സാഹചര്യത്തിൽ ഉചിതമാണ്. വരും കാലങ്ങളിൽ യൂണിവേഴ്സിറ്റി കലോത്സവം അത് ഒരു ഏകപക്ഷീയമായ SFI എന്ന സംഘടന മാത്രം നടത്തുന്ന രീതിയിൽ മാറരുത്. പകരം എല്ലാ സംഘടനയും ഉൾപ്പെടുത്തിക്കൊണ്ട് കലോത്സവം നടത്തുകയാണെങ്കിൽ തുടരാം. അല്ലാത്ത പക്ഷം നിലവിലെ സാഹചര്യത്തിൽ ബാക്കി വിദ്യാർത്ഥികളുടെ ശാരീരികമായിട്ടുള്ള ഒരു ഇതിന് നല്ലത് നിലവിൽ കലോത്സവം നടത്താതെ ഇരിക്കുന്നത് തന്നെയാണ്. സർവകലാശാലയുടെ ചരിത്രത്തിലെ അമ്പേ പരാജയപ്പെട്ട കലോത്സവമാണ് ഇത്തവണ അരങ്ങേറിയത്. കലാകാരന്മാരുടെ കലാമൂല്യത്തിന് വില നൽകാതെ രാഷ്ട്രീയ ലാഭം മാത്രം ലക്ഷ്യവെക്കുന്ന SFIയുടെ സമീപനമാണ് കലോത്സവം പരാജയപ്പെടാൻ കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. SFI ഭരിക്കുന്ന യൂണിയൻ ഒരുക്കിയ സർവകലാശാല കലോത്സവത്തിന് ഹമാസിന്റെ സായുധ കലാപമായ ഇന്തിഫാദ എന്നുള്ള പേരിട്ടതും വൈസ് ചാൻസലർ തുടക്കത്തിൽ തന്നെ റദ്ദാക്കിയിരുന്നു. ജനം, തിരുവനന്തപുരം.